പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും നമ്മുടെ പ്രത്യാശയും എന്ന വിഷയമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനായി പ്രത്യാശയോടെ നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ വരവും നമ്മുടെ പ്രത്യാശയും തമ്മിൽ ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത രീതിയിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ നമ്മുടെ താൽക്കാലിക ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നാം പിന്നിടുമ്പോൾ നമ്മുടെ പ്രത്യാശ പിന്നെയും പുതുക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് തിരുവചനം നമ്മെ ശക്തമായി ഓർപ്പിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ വരവിനോട് നാം ഓരോ ദിവസം തോറും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ധന്യനായ പത്രോസ് അപ്പോസ്തലൻ ഇതിനെ ജീവനുള്ള പ്രത്യാശ എന്ന് വിളിക്കുവാൻ ഇടയായത്. അതുപോലെ തന്നെ നാം ഈ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണമെന്ന് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, എബ്രായ ലേഖനത്തിൽ. അപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രത്യാശ ചെറിയ ആയുസ്സിൽ മാത്രം ഒതുങ്ങിപ്പോകരുതെന്ന് പൗലോസ് ശ്ലീഹ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കർത്താവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുമാറ് നമുക്കറിയാം, വളരെയധികം ആശങ്കയും ഉത്കണ്ഠയും ഭയവുമൊക്കെ ഉളവാക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ചുറ്റുപാടും നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. ഇനി അധികം സമയം കർത്താവിൻ്റെ വരവിന് വേണ്ടിയില്ല. അതേ പ്രിയരെ, നമുക്ക് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 24 and 25. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. തീത്തോസ് 2:11-14 വരെ ഇന്നത്തെ പഠനത്തിനായിട്ട് നമുക്ക് വായിക്കാം. ടൈറ്റസ് 2 ചാപ്റ്റർ വേഴ്സ് 11-14. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. 14-ാം വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ആമേൻ. അനുഗ്രഹീതമായ ഈ വാക്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഈ വാക്യത്തിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ അത് കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയുള്ളതാണെന്നാണ് ആ വാക്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നാം കാണുന്നത്. സകല അധർമ്മത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ, സൽപ്രവൃത്തികളെ ശുഷ്കാന്തി ഉള്ളവരാക്കുവാൻ, ശുദ്ധീകരിച്ച് സ്വന്തം ജനമാക്കുവാൻ. അതേ പ്രിയരെ, കർത്താവ് യേശുക്രിസ്തു പാപികളും ദോഷികളുമായ നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തു എന്ന പരമപ്രധാനമായ യാഥാർത്ഥ്യം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഒരേ ഒരു കാര്യമാണ് അതിനടിസ്ഥാനമായിരിക്കുന്നത്: നമ്മുടെ രക്ഷ, അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷയെന്ന് പറയുമ്പോൾ നാം വെറുതെ അങ്ങ് രക്ഷിക്കപ്പെടുമോ? നാം വെറുതെ അങ്ങ് കർത്താവിൻ്റെ വകയായി തീരുമോ? ഇല്ല. രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ, രക്ഷിക്കപ്പെടുവാൻ കഴിയാത്ത രീതിയിൽ 40-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നതനുസരിച്ച് ആഴമേറിയ കുഴിയിലും കൊഴിഞ്ഞ ചേറ്റിലുമായിരുന്നു നാം ഓരോരുത്തരും. ആമേൻ. നമ്മെ രക്ഷിക്കുവാനായിട്ട് കർത്താവിന് വലിയ വില കൊടുക്കേണ്ടി വന്നു.
വചനം പറയുന്നത് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്നാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 വായിക്കുമ്പോൾ, ഗലേഷ്യൻസ് 3:13, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. നമ്മെ വീണ്ടെടുക്കുവാൻ ആരുമില്ലായിരുന്നു. നാം നഷ്ടപ്പെട്ടവരായിരുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. 1 Corinthians 6:19, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ നമ്മളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്ത് കൊടുത്താണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്? അതിനുവേണ്ടി കർത്താവ് കൊടുത്തത് ഒരു വലിയ വിലയാണ്. മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു വിലയാണ് കർത്താവ് നമ്മെ വാങ്ങുവാനായിട്ട് നൽകിയത്. സ്തോത്രം. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിന് നൽകി എന്ന് നാം വായിക്കുമ്പോൾ തന്നെ പുത്രനും തന്നെത്താൻ കൊടുത്തു എന്ന് നാം വായിക്കണം. പുത്രൻ തന്നെത്താനെ അർപ്പിക്കുകയായിരുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു, 1 Peter 1:18, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങൾ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് സ്നാപക യോഹന്നാൻ ഇപ്രകാരം പ്രതിവചിച്ചു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ, ലോകത്തിന്റെ പാപത്തെ അതിന് മറുവിലയായി നൽകപ്പെടുവാൻ ദൈവം കണ്ട ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ യാഗമായി നൽകുക എന്നുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹമാണതിന് കാരണമായത്. സ്തോത്രം. മറ്റാരെയും സ്നേഹിക്കാത്തതുപോലെ ദൈവം ഈ ലോക മനുഷ്യരെ സ്നേഹിച്ചു. വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്ന വാക്യമാണല്ലോ യോഹന്നാൻ 3:16, Gospel according to John 3:16. That is a key verse of the Bible. അതിങ്ങനെയാണ് വായിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, അതായത് കർത്താവിനെ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തെ ആരും നശിച്ചു പോകരുത് എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അന്നും ഇന്നും ദൈവം അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ആരും നഷ്ടപ്പെടാൻ പാടില്ല. 1 യോഹന്നാൻ 4:9 നമ്മൾ ഇതേ അർത്ഥത്തിൽ അത് കാണുന്നുണ്ട്. 1 John 4:9, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഇത്ര വലിയൊരു കടുങ്കൈ ദൈവത്തിന് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ലോകത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹം പ്രകടമാക്കുവാൻ മറ്റൊരു വഴിയും ദൈവത്തിനെ കാണുവാനിടയായി. മറ്റാർക്കും നമ്മെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. മറ്റാർക്കും നമ്മുടെ ആ അവസ്ഥ കണ്ടിട്ട് അവസ്ഥയിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയുമായിരുന്നില്ല. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, പാപം ചെയ്യാത്തവരായി ദൈവ സന്നിധിയിൽ യാഗമർപ്പിക്കപ്പെടുവാൻ മറ്റാരുമില്ലായിരുന്നു, യേശു മാത്രമേ ഉള്ളായിരുന്നു. ഇബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ അറിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എത്രയാകുന്നു. യോഹന്നാൻ 1:14 വായിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിന്റെ ഏകജാതനാവിന്റെ തേജസ്സായി കണ്ടു. ആദിയിൽ വചനമായിരുന്നവൻ, ദൈവത്തോടുകൂടിയായിരുന്നവൻ, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവന്റെ അധികാരം കൊടുത്തു. അതേ വചനം ജഡമായി തീർന്നു,
നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. മൂന്നാമത് നമ്മളിവിടെ കാണുന്ന പ്രധാന കാര്യം, കർത്താവ് തന്നെത്താൻ കൊടുത്തു. പിതാവായ ദൈവം യേശുവിനെ നമുക്കായി നൽകി എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ തന്നെ യേശുവും തന്നെത്താനെ കൊടുത്തു, അല്ലെങ്കിൽ അർപ്പിച്ചു എന്ന്, ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കും. കാൽവരി ക്രൂസിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയമെടുത്തപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അത് പറഞ്ഞിട്ട് സകലം നിവൃത്തിയായി എന്ന് പറഞ്ഞ് യേശു കർത്താവ് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവ് തന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം, ആ കർത്തവ്യം മുഴുവനും താൻ പൂർത്തീകരിച്ചു എന്നാണ് യേശു അവിടെ പറയുന്നത്. He gave himself voluntarily for our redemption, for our salvation. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17 മുതൽ നാം വായിക്കുമ്പോൾ, ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 17 ഓൺവേർഡ്സ്, ഞാൻ എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാനതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ്. ആരും എടുത്തു കളയുന്നതല്ല, യേശു കൊടുക്കുകയാണ്. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാനതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. ജീസസ് ക്രൈസ്റ്റ് has devoted himself for our salvation because he became both a priest and a sacrifice to God for the sins of men. ഒരേ സമയം തന്നെ പുരോഹിതനും യാഗവുമായി തീർന്ന കർത്താവ്. 1 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 5, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. 6-ാം വാക്യം, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പോൾ യേശു ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. അത് എന്തിനാണ് കൊടുത്തതെന്ന് തീത്തോസിന്റെ 2:14 ബാക്കി ആ വേദഭാഗത്തിൽ നാം കാണുന്നുണ്ട്. ആ വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട്. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, സകല അധർമ്മത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ. 2, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമാക്കി നമ്മെ തീർക്കുവാൻ. 3, നമ്മെ ശുദ്ധീകരിച്ച് സ്വന്തം ജനമാക്കി തീർക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ 3 കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് യേശു തന്നെത്താനെ സമർപ്പിച്ചത്, അല്ലെങ്കിൽ കൊടുത്തത്. ഒരെനാട് നമ്മൾ നോക്കുമ്പോൾ സകല അധർമ്മത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനാണ് യേശു തന്നെത്താൻ മറുവിലയായി നൽകിയത് എന്ന് കാണുന്നു. എന്നാൽ ഈ കാര്യം പൂർണ്ണമായി നിറവേറ്റപ്പെടണമെങ്കിൽ നാം കൂടെ ചില കാര്യങ്ങൾ ചെയ്തേ മതിയാകത്തുള്ളൂ. യേശു എല്ലാം ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് നാം വെറുതെ ഇരുന്നാൽ, കൈയും കെട്ടിയിരുന്നാൽ കാര്യം നടക്കത്തില്ല. തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ 13-ാം വാക്യത്തിൽ തീത്തോസ് 2:13 നാം അതാണ് കാണുന്നത്. അവിടെ വായിച്ചതായ കാര്യം ഇങ്ങനെയാണ്, നാം ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചേ തീരൂ. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കേണ്ട ഉത്തരവാദിത്വം പ്രിയരെ നമ്മുടേതാണ്. കർത്താവ് സകല അധർമ്മത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ തനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്, നടന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നാം കൂടി ചിലത് ചെയ്യണം. കാരണം നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നോക്കി പാർത്തിരിക്കുന്നവർ. കർത്താവിൻ്റെ മടങ്ങി വരവും പ്രത്യാശയുമാണ് നമ്മുടെ വിഷയം. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ സകല അധർമ്മത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ
കർത്താവ് ചിലത് ചെയ്തു എന്ന് നാം പറയുമ്പോൾ, അവകാശപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ പ്രയോജനം നമുക്ക് അവകാശപ്പെട്ടതാണ്, നമുക്കിത് ലഭിക്കും, ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ അനുഭവപ്പെടണമെങ്കിൽ നാം പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും വർജിച്ചു വേണം ജീവിപ്പാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം പിന്നെയും പാപത്തെ സ്നേഹിക്കുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാപവഴികളിൽ തന്നെ നാം പിന്നെയും നടക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് വീണ്ടെടുപ്പിന്റെ വിലയായ ആ രക്തത്തെ കാൽ കീഴിൽ ചവിട്ടി മെതിക്കുന്നതിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. തന്നെയുമല്ല, വീണ്ടെടുപ്പിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം അതിനെ നിന്ദിക്കുകയും നിരസിക്കുകയും അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയായി മാറും. അതാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മോട് ചൂണ്ടിക്കാണിക്കുന്നത്. ഹീബ്രൂസ് 10:26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. 28. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. 29. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. അതേ പ്രിയരെ, ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകൾ വാസ്തവത്തിൽ നമ്മെ എല്ലാ അകൃത്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ മതിയായവയാണ്. കർത്താവിന്റെ രക്തം പൂർണ്ണമായി നമ്മെ കഴുകി ശുദ്ധീകരിക്കാൻ മതിയായവയാണ്. പക്ഷേ നാം കർത്താവിലും കർത്താവിന്റെ രക്ഷണ പ്രവൃത്തിയിലും പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടെ മുമ്പോട്ട് ചുവടുകൾ വെച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. യഥാർത്ഥത്തിൽ ക്രിസ്തു അവന്റെ സഭയെ സ്വന്തം രക്തം കൊണ്ടാണ് വിലയ്ക്ക് വാങ്ങിയത്. അപ്പോസ്തല പ്രവൃത്തികൾ 20:28, ആക്ട്സ് 20:28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാ നിങ്ങളെ അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന ഒരു വാക്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. തന്റെ സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ചതായ സഭ. കാൽവരിയിൽ നമുക്ക് വേണ്ടിയാണ് ഈ വില നൽകി നമ്മുടെ പേരിലുള്ള പാപക്കടം കർത്താവ് പൂർണ്ണമായി വീട്ടിയത്. തന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടവരെ, തന്നിലൂടെ രക്ഷിക്കപ്പെടുന്നവരെ, നീതീകരിക്കപ്പെടുന്നവരെ പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് നടത്തുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമ പുരോഹിതന്മാരെ പോലെ, പഴയ നിയമ യാഗങ്ങളെ പോലെ പലപ്പോഴും അർപ്പിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ പലപ്പോഴും യാഗം കഴിക്കപ്പെടുവാൻ, യാഗത്തിനായി സമർപ്പിക്കപ്പെടുവാൻ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരിക്കൽ മാത്രം എന്നേക്കുമായി മരണത്തിന് വിധേയനായി തീർന്നത് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ നടത്തിയതായ ആ യാഗത്തിന്റെ, ആ മരണത്തിന്റെ ശുഭകരമായ അന്ത്യവും അതിന്റെ പരിണിത ഫലവും ഇതാണ്. എല്ലാ അകൃത്യത്തിലും നമുക്ക് ലഭിച്ച മോചനം, സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ ഉള്ളതായ ഒരു ക്രിയ. അതേ, കർത്താവ് മരിച്ചത് ഇതിനായിട്ട് മാത്രമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം എന്നേക്കുമായി അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. എബ്രായ ലേഖനം 9:24 നമ്മൾ വായിക്കുന്നുണ്ട്. ഹീബ്രൂസ് 9:24. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. 25. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ
അവൻ തന്നെത്താൻ കൂടെ അർപ്പിക്കുവാൻ ആവശ്യമില്ല. അങ്ങനെയായ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. 27 വാക്യം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടിട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. അപ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് വചനം പറയുന്നു. അതാണ് വാസ്തവത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ മടങ്ങി വരവും നമ്മുടെ പ്രത്യാശയും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുവാൻ പോകുകയാണ്. എബ്രായർ 10 ആ കാര്യം തന്നെ പരാമർശിക്കുന്നുണ്ട്. എബ്രായർ 10:11, ഹീബ്രൂസ് 10:11, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. എന്നാൽ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത്, സകല അധർമ്മത്തിൽ നമ്മളെ വീണ്ടെടുക്കുവാനാണ് യേശു തന്നെത്താൻ കൊടുത്തത്. 2, സൽപ്രവൃത്തികളിൽ നിന്ന് നമുക്ക് സൽപ്രവൃത്തികളിൽ നാം ശുഷ്കാന്തിയുള്ളവരായി തീരുവാൻ. നമ്മെ ഒരു പ്രത്യേക ജനമാക്കി കർത്താവ് തീർക്കുകയാണ്. ഇത് തൻ്റെ കൃപ മൂലം നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ വേർതിരിച്ചു നിർത്തുന്നത് മൂലമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ജാതിയാക്കി ശുദ്ധീകരിച്ച് വേർതിരിച്ച് നിർത്തിയതായ നാം നമ്മുടെ ജീവിത നിലവാരത്തിലൂടെ, ജീവിത ശൈലിയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ സൽപ്രവൃത്തികൾക്ക് ശുഷ്കാന്തിയുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതകാലം മുഴുവനും വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ സേവിക്കുന്നതിന് വേണ്ടി വ്യർത്ഥമായതും പാരമ്പര്യത്തിൻ്റെതുമായ ജീവിതശൈലിയിൽ നിന്ന് നാം എന്നേക്കുമായി വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇത് നന്മ ചെയ്യുവാൻ, നേരോട് ജീവിക്കുവാനുള്ള ഒരു തീരുമാനത്തോടെയാണ് നമ്മെ വീണ്ടെടുത്തത്. 1 പത്രോസ് 2-ാം വാക്യത്തിൽ ഇത് വായിക്കുന്നുണ്ട്. 1 Peter 2:9, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പ് നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം; കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അപ്പോൾ നാം നന്മ ചെയ്യുന്നവരായി തീരണം. അതിൽ തീഷ്ണതയുള്ളവരായി തീരണം. ഈ തീഷ്ണത ദൈവത്തെക്കുറിച്ചുള്ള അറിവിനാൽ നയിക്കപ്പെടുന്ന ഒന്നാണ്. ദൈവസ്നേഹത്താൽ ശക്തി പ്രാപിക്കപ്പെടുന്ന ഒന്നാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയും ദൈവത്തിന്റെ കൃപയിലൂടെയും ദൈവവചനത്തിലൂടെയും ഒക്കെ നമ്മെ അതിനുവേണ്ടി ദിനം തോറും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവ മഹത്വത്തിലേക്കാണ് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ സകല അധർമ്മത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ. 2, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി നാം തീരേണ്ടതിന് നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്ത ദൈവം. 3, നമ്മെ ശുദ്ധീകരിച്ച് സ്വന്തം ജനമാക്കി തീർക്കുവാൻ, തൻ്റേതാക്കി തീർക്കുവാൻ, തൻ്റെ വകയാക്കി തീർക്കുവാൻ, തൻ്റെ സ്വന്തമാക്കി തീർക്കുവാൻ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തു എന്ന് നാം വായിക്കുന്നു. അതിൻ്റെ അർത്ഥം നാം വിശുദ്ധിയോട് ജീവിക്കുവാനാണ് കർത്താവ് നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നത്. എന്നാൽ ഈ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം നാം ജീവിതം നയിക്കണമെങ്കിൽ, നാം കൂടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നത് വളരെയധികം ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമായി നാം കാണണം. 13-ാം വാക്യത്തിൽ നാം വായിച്ചതാണല്ലോ, തീത്തോസ് 2:13, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ
സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ നാം ജീവിക്കണം. ആമേൻ. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നാം ബലഹീനരായിരുന്നു, പാപികളായിരുന്നു, ദൈവത്തോട് ശത്രുതമുള്ളവരായിരുന്നു. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് നാം എന്തു ചെയ്യണം? ഈ ലോകത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരായി നാം സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. എന്നാൽ ഈ ലോകത്തിലെ ഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ അത് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ നടുവിൽ നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയും. അങ്ങനെ നാം വ്യത്യസ്തരായി മാറുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്പോൾ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കണമെങ്കിൽ അതിൻ്റെ ഉത്സാഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. കർത്താവ് ക്രൂസിൽ മരിച്ചത് തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നതിനും നമ്മോട് ക്ഷമിക്കുന്നതിനും വേണ്ടി മാത്രമല്ല, പിന്നെയോ നമ്മെ ശുദ്ധീകരിക്കുന്നതിനും കൂടിയാണ്. സ്തോത്രം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ എൻ്റെ 7-ാം വാക്യം വായിക്കുന്നു. 1 ജോൺ 1:7, അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ. നമുക്ക് അവൻ്റെ കൃപ തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നാം ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ ആത്മാർത്ഥമായി ഇടപെട്ടേ മതിയാകൂ. കർത്താവ് എല്ലാം ചെയ്തോളുമെന്ന് പറഞ്ഞ് കൈയും കെട്ടിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. വേർപാടും വിശുദ്ധിയും പാലിക്കാതെ കർത്താവുമായി കൂട്ടായ്മ അനുഭവിപ്പാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതാണ്. 1 യോഹന്നാൻ 1:8, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. 9-ാം വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കാൽവരി മരണം, നമ്മുടെ പാപം ഏറ്റുപറച്ചിൽ, നമ്മുടെ സമർപ്പണം, ഇതെല്ലാം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന വസ്തുതകളായിട്ട് അവശേഷിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ വീണുപോയ പ്രകൃതം അല്ലെങ്കിൽ ആദാമ്യ പ്രകൃതം പാപമെങ്കിലുമായി ലോകത്തിൽ നാം ജഡത്തോടെ അല്ലെങ്കിൽ പാപശരീരത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ആ പഴയ ആദാമ്യ സ്വഭാവത്തിൻ്റെ എല്ലാ കേടുപാടുകളെയും മാറ്റി അതിനെ ശുദ്ധീകരിച്ച് അതിനെ സുഖമാക്കി നമ്മുടെ കുറ്റബോധത്തിൽ നമ്മെ പൂർണ്ണമായിട്ട് മോചിപ്പിച്ച് നമ്മുടെ ശിക്ഷാവിധിയിൽ നിന്ന് പൂർണ്ണമായി നമ്മെ വിടുവിച്ച് ദൈവം നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. യൂദായുടെ ലേഖനം 20-24 വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, വീഴാതെ നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുമെന്ന്. അതേ പ്രിയരെ, സഭയാകുന്ന നമ്മെ ശുദ്ധീകരിക്കാനായിട്ടാണ് കർത്താവ് തൻ്റെ ജീവൻ സമർപ്പിച്ചത്. എഫെസ്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ഇതിനെ പരാമർശിച്ചിട്ടുണ്ട്. എഫീഷ്യൻസ് ചാപ്റ്റർ 5:25, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തു എന്നത് എന്തിനു വേണ്ടിയാണ്? 1, അധർമ്മത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ. 2, സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള ജനമായി നമ്മെ തീർക്കുവാൻ. 3, ശുദ്ധീകരിച്ച് തൻ്റെ സ്വന്തം ജനമായി നമ്മെ തീർക്കുവാൻ. അങ്ങനെ നമ്മെ ശുദ്ധീകരിച്ച് തനിക്ക് തന്നെ ഒരു പ്രത്യേക ജനമാക്കാൻ വേണ്ടിയാണ് കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്നത്. അതിനാൽ തന്നെ ഈ ലോകത്തിൽ നാം വേർതിരിക്കപ്പെട്ടവരായി മാറുകയാണ്. ഈ ലോകത്തിൻ്റെ രീതികളോട്, ലോകത്തിൻ്റെ പരിപാടികളോട് ചേർന്ന് പോകുവാൻ നമുക്ക് സാധ്യമല്ല. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഈ ലോകത്തോട് അനുരൂപപ്പെടരുത്, ഡു നോട്ട് കോംപ്രമൈസ് വിത്ത് ദ വേൾഡ്. അതിന് കാരണം ഈ ലോകം ദുഷ്ടതയിൽ കിടക്കുന്ന ലോകമാണ്. ഇത് പിശാചിൻ്റെ സാത്താൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. എന്നാൽ നാം ഈ ലോകത്തിലുള്ളവരല്ല. ഒരിക്കൽ ലോകത്തിലുള്ളവരായിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങളെ ലോകത്തിൽ തന്നെ ആക്കി വെച്ചിരിക്കുന്നു. നാം ഉയരത്തിൽ നിന്ന് ജനനം പ്രാപിച്ചവരാണ്.
ദൈവത്തിൽ നിന്ന് നേരിട്ട് ജനിച്ചവരാണ് നാം. അങ്ങനെ നാം ലോകത്തെ വിട്ട് ദൈവത്തോട് ചേർന്നവരായി മാറുകയാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്നവരായി മാറുമ്പോൾ നാം വിശുദ്ധിയിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ വിശുദ്ധിയിലും ജീവിക്കുവാനായിട്ട് തീരുമാനമെടുത്ത് കടന്നു വരുന്നവരാണ്. നമ്മുടെ സ്വർഗീയ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നാം വിശുദ്ധനാണ് എന്നുള്ളത് മറന്നു പോകല്ല. പാപത്തിൽ നിന്നുള്ള മോചനവും വിശുദ്ധീകരണവും ഒരുമിച്ച് പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. രണ്ടും നമ്മെ ദൈവത്തിൻ്റെ പ്രത്യേക ജനമാക്കി തീർക്കുന്നു. അതിനാൽ നാം എന്നേക്കുമായി കുറ്റബോധത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും സ്വതന്ത്രരാകുന്നു. ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് പ്രത്യേക ജനമായി, പൗരോഹിത്യവർഗമായി, വിശുദ്ധ ജനമായി ദൈവം ഭാഗത്തിരിക്കുക. സ്തോത്രം. അപ്പോൾ ഇതിനുവേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഇത്ര വലിയ വില കാൽവരി നൽകിയത്. വിശുദ്ധിയോടെ, വേർപാടോടെ, സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി, വിശുദ്ധീകരിക്കപ്പെട്ട കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന കർത്താവിൻ്റെ സ്വന്തം ആളുകളായി തീരാൻ ദൈവം നമ്മയ്ക്ക് വേണ്ടി വലിയ വില കൊടുത്തല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങൾ ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചു തരികയാണ്. ഒരു പ്രത്യേക നിലവാരത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമല്ലോ. ദൈവം നമ്മെ സഹായിപ്പാൻ ഒരുക്കമാണ്. നാം ഒരിക്കൽ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ കൈവിടുകയില്ല. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.